ഖുർആൻ അകമ്പൊരുളിലേക്ക് വരുമ്പോൾ സൂറത്ത് ബഖറയിലെ 135-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: വഖാലൂ കൂനൂ ഹൂദൻ ഔ നസാറാ തഹ്തദൂ ഖുൽ ബൽ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. അവർ പറയുന്നു, വഖാലു അവർ എന്ന് പറയുമ്പോൾ അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളെയുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്നു, നിങ്ങൾ യഹൂദരാവുക അല്ലെങ്കിൽ ക്രൈസ്തവരാവുക, എങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം എന്നാണ്. യഹൂദർ മുസ്ലിങ്ങളോട് പറയുന്നത് നിങ്ങൾ ജൂതരാവണം, എങ്കിലേ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാനാവൂ. ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളോട് പറയുന്നത് നിങ്ങൾ ക്രിസ്ത്യാനികളാകണം, എങ്കിലേ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാനാവുന്ന. അല്ലാതെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒന്നിച്ച് നിന്നിട്ട് നിങ്ങൾ ജൂതരോ ക്രിസ്ത്യാനികളോ ആയിക്കൊള്ളുക എന്നതല്ല. കാരണം ജൂതന്മാരും ക്രിസ്ത്യാനികളും യേശുക്രിസ്തുവിൻ്റെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ രംഗപ്രവേശം അതോടുകൂടി തന്നെ അവർ ഭിന്നിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ജൂത മതം എന്ന് പറയുന്നൊരു മതം മൂസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചിട്ടില്ല എന്നതുപോലെ ക്രിസ്തു മതം എന്ന് പറയുന്നൊരു മതം ഈസാ നബി യേശു ക്രിസ്തുവും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അവരാരും ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ആയിരുന്നില്ല. പക്ഷേ ഈ രണ്ട് പ്രവാചകന്മാരുടെയും അനുയായികൾ പിൽക്കാലത്ത് ജൂതന്മാർ എന്നും ക്രിസ്ത്യാനികൾ എന്ന പേരിലും അറിയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം അവർ തന്നെ വരുത്തി തീർത്തിട്ടുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ഗ്രന്ഥങ്ങൾ, വേദങ്ങളിൽ അവർ വരുത്തിയിട്ടുള്ള കയ്യേറ്റവും വെട്ടിച്ചുരുക്കലും കൂട്ടിച്ചേർക്കലും ഒക്കെയാണ്. അപ്പോൾ അത് മൂസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ച ഒരു മതത്തിന് അല്ലെങ്കിൽ ദീനിന് പകരം ജൂതമതമായി മാറി. മറ്റത് ഈസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ച ഒന്നിന് പകരം ക്രിസ്തുമതമായി മാറി എന്നുള്ളതാണ്. പക്ഷെ അവർ ഈ രണ്ട് കൂട്ടരും ഒരിക്കലും പൊരുത്തപ്പെട്ടിട്ടല്ല ചരിത്രത്തിൽ മുമ്പോട്ട് പോയിട്ടുള്ളത്. ജൂതന്മാർ ക്രിസ്ത്യാനികളെ വളരെയധികം പീഡിപ്പിച്ച് കൊന്നിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ മറിച്ചും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അവർ ഓരോരുത്തരും ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾക്ക് രക്ഷ വേണമോ എങ്കിൽ നിങ്ങൾ ജൂതന്മാരാവണം. മറ്റവർ പറഞ്ഞത് രക്ഷ വേണോ ക്രിസ്ത്യാനികളാവണമെന്നാണ്. എന്നാൽ പിൽക്കാലത്ത് ഈ ജൂതന്മാർ ചെയ്തിട്ടുള്ളത് എന്താണ്? അവർ ജൂതമതത്തിലേക്ക് ആരെയും സ്വീകരിക്കുകയില്ല. അവരുടെ വംശശുദ്ധി നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് അവർ മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് വിശുദ്ധ ഖുർആൻ അവതരിച്ചിരുന്ന കാലഘട്ടത്തിലെ ജൂതന്മാർ ഏതാണ്ട് പിന്നീട് കുറച്ച് കാലഘട്ടത്തിലേക്ക് കൂടി ബാധകമായിട്ടുള്ളൊരു സംഗതി എന്നുള്ളതൊക്കെ വരുള്ളൂ. ഇനി അത്യപൂർവമായിട്ട് ഇപ്പോഴും ജൂതമതത്തിലേക്ക് ആളുകളെ സ്വീകരിക്കുന്നില്ല എന്ന് തീർത്ത് പറയാനും പറ്റൂല. അതും ഒരു വശമാണ്. എന്തായിരുന്നാലും ക്രിസ്ത്യാനികളെപ്പോലെ അവർ ജൂതമതം പ്രചരിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളെപ്പോലെ ജൂതമതം പ്രചരിപ്പിക്കുന്നില്ല എന്നുള്ളൊരു സംഗതി കൂടി ഈ കൂട്ടത്തിലുണ്ട്. ക്രിസ്ത്യാനികളാണെങ്കിൽ അത് ലോകവ്യാപകമായി തന്നെ അവരുടെ ക്രിസ്തുമതം എന്ന് പറയുന്ന മതത്തെ അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ വരും അതിൽ അവർ കാര്യമായിട്ട് എതിർക്കുന്നത് ഇസ്ലാമിനെയാണ് എന്ന മറ്റൊരു വസ്തുത കൂടി ഇതോടുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. കാരണം യഹൂദമതത്തെ അവർ ഒന്ന് മുഖവിലക്ക് എടുത്തിട്ടില്ല. രണ്ടാമത് ബൈബിൾ പഴയ നിയമത്തിൽ പറയുന്ന അല്ലെങ്കിൽ തൗറാത്ത് എന്ന് വിവക്ഷിക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ പറയുന്ന പല നിയമങ്ങളെയും അവർ തള്ളിക്കളയുകയും പുതിയ നിയമങ്ങൾ അതിന് പകരം യേശുക്രിസ്തുവിൻ്റെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ശേഷം സെയിൻറ്റ് പോളിനെ പോലുള്ള അതുപോലെ പിന്നീട് വന്നിട്ടുള്ള ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ പോലുള്ളവരൊക്കെ നിർമ്മിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചതല്ല ക്രിസ്തുമതം എന്നത് ആ നിലക്കും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഗതിയാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ ലോകവ്യാപകമായി തന്നെ അവരുടെ മതത്തെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർ മുസ്ലിങ്ങളോട് പറയുന്നത് ജൂതന്മാരെ പോലെ നിങ്ങൾ ക്രിസ്ത്യാനികളാവണം, നിങ്ങൾ ജൂതന്മാരാവണം എന്നാണ് പറയുന്നത്. അതിന് ഖുർആൻ നൽകുന്ന മറുപടി എന്താണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലെങ്കിൽ ഓരോ മുസ്ലിമിനോടും പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാണ്, ഖുൽ, നീ പറയണം, പ്രഖ്യാപിക്കണം, ബൽ, അല്ല, ജൂതമതത്തെയോ ക്രിസ്തുമതത്തെയോ അല്ല പിൻപറ്റേണ്ടത്, മില്ലത്ത് ഇബ്രാഹീമ ഹനീഫ, ഋജുമാനസനായിക്കൊണ്ട് ഇബ്രാഹീമിൻ്റെ മില്ലത്തിനെയാണ് പിൻപറ്റേണ്ടത്. മനസ്സിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റൊരു വ്യവസ്ഥക്കും മതത്തിനും പ്രവേശമില്ലാത്ത രീതിയിൽ ഇബ്രാഹീമിൻ്റെ മില്ലത്ത് എന്തായിരുന്നുവോ അതാണ് പിൻപറ്റേണ്ടത് എന്നാണ്. അപ്പോൾ ജൂതമതം എന്ന് പറയുന്നതും ക്രിസ്തുമതം എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബിയുടേതല്ല ആണ് ഖുർആൻ വളരെ പച്ചക്ക് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ ജൂതമതം ക്രിസ്തുമതത്തിന് പുറമെ മുശ്രിക്കുകൾ, ഈ രണ്ട് മതത്തിലും പെടാതെ ശിർക്കിൽ അകപ്പെട്ടു പോയിട്ടുള്ള മറ്റൊരു വിഭാഗമുണ്ട്. അത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളും മാറ്റി നിർത്തിയാൽ ലോകത്തുള്ള മറ്റ് മതങ്ങളൊക്കെ അങ്ങനെയാണ് എന്നാണ് നമ്മൾ കാണാൻ കഴിയുക. അപ്പോൾ ആ നിലക്കുള്ള കൂട്ടത്തിലും ഇബ്രാഹിം നബി ഉണ്ടായിരുന്നില്ല. അവരെ മുശ്രിക്കുകൾ എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അടിസ്ഥാനപരമായി ജൂതന്മാരും ക്രിസ്ത്യാനികളും അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുന്നു എന്നതുകൊണ്ടാണ് അവരെ നേർക്കുനേരെ മുശ്രിക്കുകൾ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കാതിരുന്നിട്ടുള്ളത്. എന്നാൽ തങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന് പങ്കാളികളുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് ശിർക്കിൽ അകപ്പെട്ടു പോവുകയും അതിനെ ന്യായീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് മുശ്രിക്കുകൾ എന്ന് പറയുന്നത്. ആ മുശ്രിക്കുകളിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മളെ പൊരുളുകാരൻ ഈ ആയത്തിന് അർത്ഥം പറഞ്ഞപ്പോൾ ഒമാക്കാന മിനൽ മുശ്രിക്കീൻ എന്ന ഭാഗത്തിന് പറയുന്നത് അദ്ദേഹം പിശാച്ചിനെ ആരാധിക്കുന്ന ആളായിരുന്നില്ല. എന്തുകൊണ്ടാണ് പൊരുളുകാരൻ ഇങ്ങനെ പറയേണ്ടി വന്നത് എന്ന് പരിശോധിച്ചാൽ കാണാവുന്ന ഒരു സംഗതി, മനസ്സിലാക്കാവുന്ന ഒരു സംഗതി, പൊരുളുകാരൻ്റെ വാദം എല്ലാ വേദവും സത്യമാണ്. എല്ലാ വേദവും സത്യമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടർച്ച എല്ലാ മതങ്ങളും സത്യമാണ്. അതായത് സർവ്വവേദ സത്യവാദവും സർവ്വമത സത്യവാദവുമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്, മുമ്പോട്ട് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജൂതമതം ക്രിസ്ത്യമതം മാത്രമല്ല, ലോകത്ത് ശിർക്ക്, പച്ചക്ക് തന്നെ ശിർക്ക് കൊണ്ട് നടക്കുന്ന, ഞങ്ങൾ ശിർക്ക് ചെയ്യേണ്ട എന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് പങ്കാളികളുണ്ട് എന്ന് നേർക്കുനേരെ തുറന്നു പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ശിർക്കിലകപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ അടക്കമാണ് അദ്ദേഹം സത്യത്തിൻ്റെ ആളുകളായിട്ട് മുമ്പോട്ട് സമർപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് വിഗ്രഹ പൂജ പോലുള്ള ശിർക്കുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും മാറ്റി നിർത്താൻ വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ്, കുറുക്ക് വഴിയാണ് ഈ ഒമാക്കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം പിശാച്ചിനെ ആരാധിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. ഇവിടെ മുശ്രിക്ക് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? അങ്ങനെ പിശാച്ചിനെ, അദ്ദേഹം പിശാച്ചിനെ ആരാധിക്കുന്നയാളായിരുന്നില്ല. ഇവിടെ പിശാച്ചിനെ ആരാധിക്കുന്ന ആൾ എന്ന് പറയണമെങ്കിൽ ഒമാക്കാന മിൻ ആബിദീന ഷൈത്താൻ, അല്ലെങ്കിൽ ഒമാക്കാന ലിഷൈത്താനി ആബിദൻ എന്നോ മറ്റോ പറയണം. അങ്ങനെ പറയുമ്പോഴാണ് ഈ അർത്ഥത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടാവുക. വിശുദ്ധ ഖുർആൻ ഇവിടെ പ്രയോഗിച്ചത് ഒമാക്കാന മിനൽ മുശ്രിക്കീൻ. ഒമാക്കാന മിനൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞാൽ ശിർക്ക് എന്ന് വിശുദ്ധ ഖുർആൻ എന്തിനെയൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ ആ ഒരു ശിർക്കിലും അദ്ദേഹം പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൽ പിശാച്ച് പൂജ വരും, വിഗ്രഹ പൂജ വരും, അതുപോലെ തന്നെ ആൾ ദൈവങ്ങളെ പൂജിക്കാനുള്ളത് വരും, കടത്തിയിട്ട, അതായത് കല്ലറുകളിൽ അടക്കം ചെയ്തിട്ടുള്ള ആളുകളെ ദൈവങ്ങളായിട്ട് സങ്കല്പിക്കുന്ന അങ്ങനെയുള്ള അവസ്ഥ വരും. അതുപോലെ തന്നെ സൂര്യചന്ദ്രാദി, നക്ഷത്രം, ഭൂമി പോലുള്ളതിനെയൊക്കെ പൂജിക്കുന്ന ഇങ്ങനെയുള്ള ആളുകൾ വരും. ഇവരൊക്കെ ഇതിൽ ഉൾപ്പെടും. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ആളുകളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് കേവലം ഒരു പിശാച്ചിൻ്റെ ആരാധകർ അവരെ മാത്രം മനുഷ്യകുലത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുള്ളൂ എന്ന് പറയാതെ പറയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ഖുർആൻ അകമ്പൊരുളുകാരൻ ചെയ്യണത്.
വിശുദ്ധ ഖുർആനിൻ്റെ പദവുമായിട്ട്, അത് പ്രയോഗിച്ച പദവുമായി, മുശ്രിക്ക് എന്ന പദവുമായിട്ട് ഒരിക്കലും ഈ അർത്ഥം യോജിച്ചു വരികയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഖുർആനിൽ കൈകടത്തലുകൾ നടത്തുന്നു എന്നാണ് പച്ചക്ക് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഖുർആനിനെ അതിൻ്റെ വാക്കുകൾക്ക്, പദങ്ങൾക്ക് അവിടെ ഉദ്ദേശിക്കാത്ത അർത്ഥം പറഞ്ഞ്, തെറ്റായിട്ടുള്ള അർത്ഥം പറഞ്ഞിട്ടാണ് അദ്ദേഹം അകമ്പൊരുൾ എന്ന് പറയുന്ന ഈ ഒരു അബദ്ധ ജടിലമായിട്ടുള്ള പുസ്തകം ഇറക്കണത് എന്നുള്ളതാണ്. ഖുർആനിനോട് നീതി പുലർത്താനുള്ളത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമല്ല, ലക്ഷ്യമല്ല. അതിന് അദ്ദേഹം തയ്യാറുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പറയുമായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.